നമുക്കിന്ന് ഈ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ചിന്തകളെക്കുറിച്ചും ആചാരവിചാരങ്ങളെക്കുറിച്ചും അതിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ജീവിതചര്യകളെക്കുറിച്ചും അല്പമൊന്ന് ഗൗരവമായി പരിചിന്തനം ചെയ്യാം. നമ്മുടെ ഈ സമൂഹത്തിൽ ഓരോ വ്യക്തിയും ഓരോ കുടുംബവും അതേപോലെ കുടുംബ ബന്ധങ്ങളും പരസ്പരം അവരെങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു എന്നതിനെക്കുറിച്ചും അല്പമൊന്ന് ചിന്തിച്ചു നോക്കിയാൽ വളരെ രസകരമായ ഒരുപാട് ചിത്രങ്ങൾ കണ്ടുകിട്ടും. നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തികളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെന്ന് നോക്കാം. അവിടെ എന്തൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ചിത്രണം? നമ്മൾ ജീവിതത്തിൽ നടന്നു പോകുന്ന സമയത്ത്, നിരത്തിലൂടെ നടന്നു പോകുമ്പോൾ, ഒരു മാർക്കറ്റിൽ കടന്നു ചെല്ലുമ്പോൾ, ഒരു ഓഫീസിൽ ചെന്ന് കയറുമ്പോൾ, ഇവിടെയൊക്കെ നമുക്ക് അനുഭവിക്കുന്ന ഇന്നത്തെ ജീവിതാനുഭവങ്ങൾ, അവിടെ മൂല്യങ്ങളുടെ പ്രസക്തി, അങ്ങനെ ഓരോ തരത്തിൽ ജീവിതത്തിൽ നാം എന്തിനെയൊക്കെ നേടുന്നു എന്നതിനെക്കുറിച്ച് അല്പമൊന്ന് വിശദമായി ചിന്തിക്കാം. എവിടെ തിരിഞ്ഞു നോക്കിയാലും ആളുകൾക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ദുഃഖങ്ങളുടെ ചിത്രമാണ് നാം ഏറെയും കാണുന്നത്. എവിടെയും ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. ആ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒരു ശാന്തി കിട്ടുന്നതിന് വേണ്ടിയാണ് നാട്ടിലുള്ള എല്ലാ ആളുകളും അലഞ്ഞു തിരിയുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന് ജാതിയില്ല, ഇതിന് മതമില്ല, ഇതിന് ലിംഗഭേദങ്ങളില്ല. മനുഷ്യർക്കെല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് കുടുംബ ബന്ധങ്ങളുടെയാകാം, അത് ബുദ്ധിപരമായ പ്രതിസന്ധികളിലൂടെയാകാം, അതല്ലെങ്കിൽ ഒരു പക്ഷേ മാനസിക സംഘർഷങ്ങളുടേതാകാം, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവരനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചാകാം. ജീവിതം മുഴുവൻ നമുക്കൊന്ന് പര്യാലോചന നടത്തിക്കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഇത്തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട്, ഓരോ കുടുംബത്തിലും ദുരിതങ്ങളുണ്ട്. ആ ദുരിതങ്ങൾ നമുക്ക് എന്തുകൊണ്ടുണ്ടായി? ഒരു കാലത്ത് ആസേതു ഹിമാചലം ഭാരതം എന്ന് പറയുന്നത് ഒരു വലിയ ചിന്തയുടെ മൂല്യബോധത്തിൻ്റെ രാഷ്ട്രമായിരുന്നു. ഇവിടെ ഏറ്റവും ഉയർന്ന മൂല്യബോധമുണ്ടായിരുന്നു എന്ന് ഹ്യുയാൻസാങ്ങിനെ പോലുള്ള യാത്രികർ പറഞ്ഞിട്ടുണ്ട്. അവർ ഇതിലൂടെ ഭാരതത്തിലൂടെ യാത്ര ചെയ്ത് പോയപ്പോൾ അവർ കണ്ടത് ഏറ്റവും വലിയ കാഴ്ചപ്പാടുകൾ അവരിൽ ഈ ഹിന്ദു സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ഭാരതീയ സമൂഹത്തിൽ ഓരോ വ്യക്തികളും ഉയർന്ന മൂല്യങ്ങൾ വെച്ചു പുലർത്തിയവരായിരുന്നു. അവർ രാവിലെ എഴുന്നേറ്റ് കുളിക്കുമായിരുന്നു. അവരുടെ ശൗച പ്രക്രിയകൾ വളരെ ശുചിത്വപൂർണമായിരുന്നു. ശുചിത്വമില്ലാത്ത ഒരു വീട് പോലും അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഭാരതത്തിലെ എല്ലാ വീടുകളിലും ശുചിത്വമുണ്ടായിരുന്നു. ഉയർന്ന സാമ്പത്തിക നിലയുണ്ടായിരുന്നു, ഭദ്രമായ സാമ്പത്തിക നിലയുണ്ടായിരുന്നു, ഉയർന്ന കാഴ്ചപ്പാടുകൾ ഉള്ളവരായിരുന്നു. ശരിക്കും ആത്മവിശ്വാസത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി ജീവിച്ചവരായിരുന്നു. ഇന്ന് ആ ഒരു വലിയ ചിത്രത്തെ നമ്മളെ മുമ്പിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ഇന്നത്തെ സമൂഹത്തെ കുറിച്ച് ചിന്തിച്ചാൽ ആ സമൂഹത്തിൻ്റെ പരിച്ഛേദം എന്താണ്? ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ആ ഒരു ഉയർന്ന ശുചിത്വബോധം കാണാൻ കഴിയുന്നുണ്ടോ? ആധുനിക ലോകത്തിൻ്റെ എല്ലാ കുത്തൊഴുക്കുകളും നമ്മൾ സ്വീകരിച്ചാൽ തന്നെയും, ഇവിടെയുള്ള എല്ലാ വിധത്തിലുള്ള ആധുനിക വൽക്കരണങ്ങളെയും സ്വീകരിച്ചാൽ തന്നെയും, മറ്റു വിദേശ രാഷ്ട്രങ്ങളിൽ ഒന്നുമില്ലാത്തത്ര ശുചിത്വബോധമില്ലായ്മ, ശുചിത്വം തീർത്തും നഷ്ടപ്പെട്ട ഒരു ചിന്ത ഇന്ന് ഭാരതത്തിലുണ്ട്. ശുചിത്വം എന്ന് പറയുന്നത് തീർത്തും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ഒരു ബാഹ്യ ശുചിത്വം മാത്രമല്ല, ആന്തരിക ശുചിത്വവും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വലിയ ദുരന്തങ്ങളും ദുരിതങ്ങളുമൊക്കെ ഉണ്ടായത്? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ഒരു ബാഹ്യ ശുചിത്വത്തെക്കുറിച്ച് ഹ്യുയാൻസാങ് ഭാരതത്തിൽ യാത്ര ചെയ്ത സമയത്ത് ഭാരതത്തോളം ശുചിത്വമുള്ള ഒരു രാഷ്ട്രത്തെ അദ്ദേഹം കണ്ടിട്ടില്ലെന്ന് പറയുന്നു. ഇന്ന് പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലുള്ള മാലിന്യ കൂമ്പാരങ്ങളുണ്ട്. ദുർവാസനകൾ കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്തത്ര വിധത്തിൽ ജനം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതൊരു ഭാഗത്ത് നടക്കുന്നു. അതേപോലെ തന്നെയാണ് വാഹനങ്ങളുടെ തിരക്ക്. അതേപോലെ തന്നെ ഒരു ക്യൂ പാലിക്കാൻ അല്ലെങ്കിൽ ഒരു നീണ്ട നിരകളുടെ പിന്നിൽ പോയി നിൽക്കാനുള്ള മടി കൊണ്ട് ആളുകൾ അലസരാവുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധികൾ വേറെ. അങ്ങനെ സമൂഹം എന്ന് പറയുന്നത് ഇന്നത്തെ ഭാരത സമൂഹം എടുത്തു കഴിഞ്ഞാൽ മലീമസമായ, അതല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളുടെ കുറവുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വലിയ ഒരു ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സമൂഹം എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. ആ സമൂഹത്തിനകത്ത് ഒരുപാട് കണ്ണികളുണ്ട്, ഒരുപാട് ഇഷ്ടികകൾ ചേർന്നിട്ട് ഒരു വീട് നിർമ്മിക്കുന്നത് പോലെയാണ് ഒരു സമൂഹം എന്ന് പറയുന്നത്.
ഒരു സമൂഹത്തിനകത്ത് നിരവധി ഇഷ്ടികകളുണ്ട്. ആ ഇഷ്ടികകളിൽ നമുക്ക് സമൂഹമാകുന്ന ഓരോ വ്യക്തിയുടെയും ഇഷ്ടികകൾ ചേർന്നാണ് ഒരു സമൂഹം ഉണ്ടാകുന്നത്. ഒരു സമൂഹം എന്ന് പറയുന്നത് നിരവധി വ്യക്തികളുടെ ഇഷ്ടികകളാണ്. ഓരോ ഇഷ്ടിയും ഓരോ വ്യക്തികളാണ്. അങ്ങനെ ഇഷ്ടികകൾ, ആ വ്യക്തികൾ ചേർന്നാണ് ഒരു സമൂഹം രൂപപ്പെടുന്നത്. അപ്പോൾ ആ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മലീമസമായ അവസ്ഥകൾ ഉണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് സ്വാഭാവികമായും വ്യക്തികളുടെ അപജയമാണ്. ഒരു വ്യക്തി നിരവധി പ്രതിസന്ധികൾ ഉള്ള ഒരാളാകുമ്പോൾ അയാൾ ഒരു സമീപനത്തോടുകൂടി ഒരു 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 കാഴ്ചപ്പാടോടുകൂടിയാണോ പുറത്തേക്ക് വരുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം ഒരു വ്യക്തി എങ്ങനെയൊക്കെ ഉയർന്ന തലത്തിൽ എത്തിക്കാൻ സാധിക്കും, ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെ നമുക്ക് ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും, ഇതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. കാരണം ഓരോ വ്യക്തിയും, ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ വാർത്തെടുക്കാം, ഇതാണ് പ്രാചീന ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന സങ്കല്പങ്ങളിൽ ഒന്ന്. മനുഷ്യവിഭവശേഷിയെ ഉപയോഗിക്കുക എന്നതാണ്. നമുക്കിന്ന് ദുരന്തങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, മനസമാധാനമില്ലായ്മയുണ്ട്, ഏകാഗ്രത കുറവുണ്ട്, ശ്രദ്ധക്കുറവുണ്ട്. ഇതെല്ലാം ഒരു വ്യക്തിയെ വേട്ടയാടുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ ശ്രദ്ധയുള്ളവനാക്കുന്നത്? എങ്ങനെയാണ് മാനുഷിക മൂല്യങ്ങളുള്ള ഒരാളാക്കുന്നത്? എങ്ങനെയാണ് ഉയർന്ന ചിന്തയുള്ള ആളാക്കുന്നത്? എങ്ങനെയാണ് ഉയർന്ന ബുദ്ധിയുള്ളവനാക്കുന്നത്? എങ്ങനെയാണ് വിശിഷ്യായുള്ള ബുദ്ധി കൊണ്ട് മറ്റൊരു സമൂഹത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവനാക്കുന്നത്? ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ഋഷിമാരൊക്കെ വളരെ കാലം കൊണ്ട് ചിന്തിച്ചിരുന്നത്. ഇതാണ് ഋഗ്വേദത്തിൽ പറയുന്നത്, മനൂർഭവ, മനുഷ്യനാക്കുക. മനുഷ്യനാക്കുക എന്ന് പറയുന്ന പ്രക്രിയ വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. കാരണം രണ്ട് കാലും രണ്ട് കൈയും ഉയർന്ന നിൽപ്പും ഉള്ളതുകൊണ്ട് ഒരു മനുഷ്യൻ ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചിന്താശേഷിയുള്ളവൻ, മനനശേഷിയുള്ളവൻ എന്നാണ്. മനനശേഷിയില്ലാത്ത ഒരാളെ നമുക്ക് മനുഷ്യൻ എന്ന് വിളിക്കാൻ സാധിക്കില്ല. രണ്ട് കാലുണ്ട്, രണ്ട് കൈയുണ്ട്, ഉയർന്നാണ് നിൽപ്പ്, ഭക്ഷണമൊക്കെ മനുഷ്യനെ പോലെ കഴിക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം അയാൾക്ക് ചിന്താശേഷി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പം ചിന്താശേഷി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചിന്താശേഷി ഇല്ലാത്ത ഒരാൾക്ക് മനുഷ്യനാകാൻ സാധിക്കില്ല. നമുക്കറിയാം, നമ്മൾ പറയാറുണ്ട് അയാളൊരു കാട്ടുപോത്താണ്, അയാളൊരു മൂർഖൻ പാമ്പാണ്, അയാൾ ഒരു അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു എന്താണ് പോത്താണ് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ഒരു മൂർഖൻ പാമ്പിനെ പോലെ അയാൾ പകപോക്കുന്നയാളാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ആ മനുഷ്യനിൽ നമ്മൾ കാണുന്നത് ഒരു തരത്തിലുള്ള മൃഗത്തെയാണ്. അപ്പം നമുക്ക് ചുറ്റും നമ്മൾ വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന രൂപത്തിൽ പാകമാകാത്ത ജന്തു സ്വഭാവങ്ങളുള്ള നിരവധി പേരെ നമുക്ക് കാണാൻ കഴിയും. ഒരു പക്ഷേ നമുക്കും ഇത്തരം സ്വഭാവങ്ങൾ ഉണ്ടായേക്കാം. അത്തരം സ്വഭാവങ്ങൾ നമ്മൾ കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് പരിണാമത്തിലൂടെ നമ്മൾ ആർജിച്ചു വന്ന സംസ്കാരങ്ങളായിരിക്കാം ഈ പറയുന്നതെല്ലാം. നമ്മുടെ ജീനുകളിൽ ഒരു പക്ഷേ ഈ പറയുന്ന ജീവികളുടെയും അതേപോലെ തന്നെ മറ്റ് ജന്തുക്കളുടെയും ഒക്കെ സ്വഭാവങ്ങൾ ആർജിച്ചു വെച്ചിരിക്കാം. ആ ആർജിച്ചു വെച്ചിരിക്കുന്ന സ്വഭാവങ്ങളും ചിന്തകളുമെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ ഈ ജന്തുത്വം അഥവാ പക്ഷിത്വം ഒക്കെ നിലവിലുണ്ടാവും. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്നു, ഒരു വിവാഹ സദ്യയ്ക്ക് പോകുന്നു. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് അവിടെ കാണാൻ സാധിക്കുക? ഒരു നേരത്തെ ഒരു സദ്യ ഉണ്ണാൻ വേണ്ടി ആളുകൾ നടത്തുന്ന അതിസങ്കീർണമായ രീതിയിലുള്ള ഉന്തും തള്ളും നമുക്ക് കാണാം. നമ്മളെ വീട്ടിൽ ഒരു 5 നായ്ക്കൾ ഉണ്ടെങ്കിൽ ആ 5 നായ്ക്കൾക്ക് ഒരു കഷ്ണം ഇറച്ചി കഷ്ണം ഇട്ട് കൊടുത്താൽ, ഒരു ഇറച്ചി കഷ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കഷ്ണത്തിന് വേണ്ടി ഈ 5 നായ്ക്കളും കൂടി കടിപിടി കൂടുന്ന ചിത്രം നമുക്ക് നേരിട്ട് കാണാം. എന്നാൽ ഇതേപോലെ തന്നെ നമ്മളൊരു സദ്യയ്ക്ക് പോയാൽ ആ സദ്യയ്ക്ക് ഒരു ഇലയിൽ ഊണ് കഴിക്കുന്നതിന് വേണ്ടി, ഒരു കസേര കിട്ടുന്നതിന് വേണ്ടി ഇതേ ജന്തുത്വത്തോടുകൂടി, ഇതേ ജന്തുത്വ തുല്യമായ കാഴ്ചപ്പാടോടുകൂടി അവർ നടത്തുന്ന ഈ ഒരു തരത്തിലുള്ള വേവലാതി പൂണ്ട ആർത്തിയോടുകൂടി നടത്തുന്ന പ്രവർത്തനം ഈ ജന്തു സ്വഭാവത്തെയല്ലേ നമ്മളെ മുമ്പിൽ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ആ ജന്തു സ്വഭാവം മാറ്റിയിട്ട് മനുഷ്യത്വം ഉണ്ടാക്കുക എന്നതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറ. ഈ ജന്തു സ്വഭാവമായ ഓരോ തരത്തിലുള്ള വന്യചിന്തകൾ നമ്മുടെ മനസ്സിനെ വേട്ടയാടുന്നത് കൊണ്ടാണ് പല വീടുകളിലും മനസ്സമാധാനമില്ലാത്തത്. എങ്ങനെയാണ് ഒരു അച്ഛൻ മക്കളോട് പെരുമാറേണ്ടത്?
ഒരു ഭാര്യ എങ്ങനെയാണ് ഭർത്താവിനോട് പെരുമാറേണ്ടത്, ഒരു ഭർത്താവ് എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഒരു കുടുംബം ജീവിച്ചു പോകേണ്ടത്, കുട്ടികൾ എങ്ങനെയാണ് സ്വന്തം അച്ഛനമ്മമാരെ പരിശുശ്രൂഷിക്കേണ്ടത്, ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ ഒരു ജന്തു സ്വഭാവത്തിൽ നിന്ന് മനുഷ്യ സ്വഭാവത്തിലേക്ക് വളർത്തിയെടുക്കുന്നതിന് അനിവാര്യമായിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ചിന്തിച്ചു നോക്കണം. എങ്ങനെയാണ് ഒരു സാധാരണ ജന്തുത്വത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്കുള്ള വളർച്ച, എങ്ങനെയാണ് മനുഷ്യത്വത്തിലേക്ക് നമുക്ക് ഒരു ജന്തു സ്വഭാവമുള്ള മനുഷ്യനെ വളർത്തിയെടുക്കാൻ സാധിക്കുക? പണ്ട് ഭാരതത്തിൽ ഒരു വ്യക്തിയിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗവൈഭവങ്ങളെ ഉണർത്തിക്കൊണ്ടുവരുന്നതിന് നിരവധി മാർഗങ്ങളുണ്ടായിരുന്നു. ആ നിരവധി മാർഗങ്ങളിൽ 90% ഗുരുകുലങ്ങളിൽ നിന്നാണ് വികസിച്ചിരുന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നില്ല അക്കാലത്തുണ്ടായിരുന്നത്. അക്കാലത്ത് ഓരോ വ്യക്തിയെയും പരിഷ്കരിച്ച്, ജന്മന ഒരു കുട്ടിക്കുണ്ടാകുന്ന ജന്തുത്വ സ്വഭാവങ്ങളെ പരിഷ്കരിച്ച് ഒരു നല്ല ഉയർന്ന തലത്തിലുള്ള വ്യക്തിയാക്കി വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഋഷിമാർ പരിശ്രമിച്ചിരുന്നത്. മനോർഭവ, മനുഷ്യനാക്കുക എന്ന് പറയുന്ന ആ പ്രവൃത്തി വളരെ നിഷ്കാമമായിട്ടാണ് ആ ഋഷിമാർ നിവർത്തിച്ചു വന്നിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വ്യക്തിയെ, ഒരു കുട്ടിയെ അച്ഛൻ നന്നായി നോക്കി, അമ്മ നന്നായി കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തു, ഗുരുകുലത്തിലാക്കി. ഗുരുകുലത്തിൽ പഠിക്കാനെത്തുന്ന സമയത്ത് സ്വാഭാവികമായും നിരവധി കുട്ടികളുണ്ടാവും. അവന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാവും. എനിക്കിഷ്ടമുള്ള ഭക്ഷണം മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് അതിനോട് തോന്നുന്ന ആർത്തിയുണ്ട്, കൊതിയുണ്ട്. ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഈ കൊതിയും അതേപോലെ തന്നെ മറ്റു ഭക്ഷണത്തോടുള്ള താല്പര്യവും മാത്സര്യങ്ങളും മതവും അഹങ്കാരവും ഈ ദൃശ്യമായിട്ടുള്ള എല്ലാ കാഴ്ചപ്പാടും ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കുമുണ്ട്, എല്ലാ വ്യക്തികൾക്കുമുണ്ട്. അപ്പോൾ ആ വ്യക്തികളിൽ നിർലീനമായിരിക്കുന്ന ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളെ എങ്ങനെയാണ് പരിഷ്കരിച്ച് മനുഷ്യ സ്വഭാവമുള്ളതാക്കി തീർക്കുന്നത്? അത് വളരെ സങ്കീർണവും അതോടൊപ്പം തന്നെ ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അത് മനസ്സിലാക്കലും അതനുസരിച്ച് ഒരു വ്യക്തിയെ വികസിപ്പിക്കലും രണ്ടും. ഒരു സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യനായി തീരുന്നത് എന്നതാണ് ഏറ്റവും സങ്കീർണമായ പ്രശ്നം. കാരണം ഇന്ന് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഒരു അച്ഛനെ എങ്ങനെ പരിഗണിക്കണം, ഒരു അമ്മയെ എങ്ങനെയാണ് ആദരിക്കേണ്ടത്, ഒരു സ്ത്രീയോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, കഠോരമായ വാക്കുകൾ സ്ത്രീകളോട് ഉച്ചരിക്കാൻ പാടില്ല എന്ന് കൗടില്യൻ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും സ്ത്രീകളോട് വളരെ കഠിനപൂർണമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. അങ്ങനെ സ്ത്രീകളോട് എങ്ങനെ സംസാരിക്കണം, അച്ഛനോട് എങ്ങനെ സംസാരിക്കണം, അമ്മയോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത്, അവർക്ക് എങ്ങനെയാണ് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്, അവരിൽ എന്തെല്ലാം കാര്യങ്ങൾ നിറച്ചു കൊടുക്കണം, ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സാമൂഹ്യ പ്രതിബദ്ധത എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, നമ്മൾ ഇതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ സമൂഹത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു വെച്ച് നോക്കിയാൽ, നമ്മുടെ ക്യാമറ ഒന്ന് സമൂഹത്തിലേക്ക് എടുത്തു വെച്ചാൽ, നമ്മൾ ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നാൽ ആ വീട്ടിൽ പോയി ചോദിക്കുന്നു, ഒരു വൃദ്ധനായ ഒരാളോട് ചോദിക്കുക, നിങ്ങളെ ഇപ്പോൾ മക്കളൊക്കെ എങ്ങനെ കാണുന്നു? ഓ, ആർക്കും ഒരു വിലയില്ല. ഞാൻ ആയ കാലത്ത് മുഴുവൻ ഇവർക്ക് വേണ്ടി അധ്വാനിച്ചവരാണ്, ഇവർക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, ഇവരുടെ വളർച്ച കാണാൻ വേണ്ടി ഞാൻ ഓരോ ദിവസവും സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നു. ദിവസവും എൻ്റെ മകന് വേണ്ടി വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റുമായി ഞാൻ വന്നിരുന്നു. എൻ്റെ മകൻ അതിനു വേണ്ടി കാത്തിരിക്കുമായിരുന്നു, എൻ്റെ മകൾ അതിനു വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ മകള് അല്ലെങ്കിൽ മകൻ വളർന്ന് വളർന്ന് വളർന്നു വന്നു. എൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ ഒരു ഊന്നുവടി എന്ന മട്ടിൽ എൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ ഈ മക്കളിലായിരുന്നു. മകൻ കല്യാണം കഴിച്ചു, മരുമകൾ വന്നു. ഇപ്പോൾ മരുമകൾ പറയുന്നത് മാത്രമേ മകന് ഇപ്പോൾ വേദവാക്യമായിട്ടുള്ളൂ, അല്ലെങ്കിൽ മരുമകൻ പറയുന്നത് മാത്രമേ മകൾക്ക് വേദവാക്യമായിട്ടുള്ളൂ. എന്നെ പരിശിക്ഷിക്കാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പരിശുശ്രൂഷ നടത്താനോ എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാനോ ഇന്ന് അവർക്കും ഒട്ടും താല്പര്യമില്ല. എന്നാൽ ഞാൻ അന്ന് കരുതിയിരുന്നത് ഇവൻ്റെ കാല് വളരുന്നോ കൈ വളരുന്നോ എന്ന് നോക്കി ഞാനും എൻ്റെ ഭാര്യയും, അതായത് ഇവൻ്റെ അമ്മയും എത്രയോ പരിശ്രമിച്ചു നോക്കി, എത്രയോ ഇവന് വേണ്ട വിദ്യാഭ്യാസങ്ങൾ കൊടുത്തു, അവനെ സ്കൂളിൽ കൊണ്ടുപോയി അവന് ഷർട്ട് വാങ്ങിച്ചു കൊടുത്തു. ഇതൊന്നും ഒരു നാൾ വഴി കണക്കുകൾ എഴുതി വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു എന്നല്ല, മറിച്ച് അയാളുടെ ഉള്ളിൽ, ആ അച്ഛൻ്റെ ഉള്ളിൽ നിരവധി സന്തോഷങ്ങൾ ഈ മകനെ പ്രതീക്ഷിച്ച് ഉണ്ട്.
പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം ഇന്ന് നടപ്പിലാക്കാൻ മകന് കഴിയുന്നുണ്ടോ, അഥവാ മകൾക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. ഇത് കാണുമ്പോഴാണ് അച്ഛനമ്മമാരുടെ ദുഃഖം. ഇതേപോലെ തന്നെയാണ് അമ്മമാരുടെ ദുഃഖം, ഇതേപോലെ തന്നെയാണ് മക്കളുടെയും ദുഃഖം. ഇന്ന് മക്കൾ പറയുന്നത്, അച്ഛൻ എന്നെ നോക്കിയിട്ടില്ല, എന്നെ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല, എൻ്റെ കാര്യങ്ങളിൽ ഒന്നും അച്ഛൻ ശ്രദ്ധിച്ചിരുന്നില്ല, എൻ്റെ വിദ്യാഭ്യാസ സമയത്ത് ഓരോന്നിനും കണക്ക് പറഞ്ഞ് അച്ഛൻ തന്നു, ഇന്നത് മാത്രം, ഇന്നതിന് ഞാൻ എങ്ങനെയാണ് നിനക്ക് പൈസ തരേണ്ടതെന്ന് ചോദിച്ചു, അങ്ങനെ ഓരോന്നിനും കണക്ക് പറഞ്ഞുകൊണ്ട് അച്ഛൻ പണം തന്നു, ഇന്നിപ്പോൾ ആ കണക്കിന് തിരികെ പണം ചോദിക്കുകയാണോ, ഞാൻ അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് ഒരു മകൻ ചോദിക്കും. മകനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു വലിയ കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? എന്താണ് അച്ഛൻ? അപ്പോൾ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം, മകളും അച്ഛനും തമ്മിലുള്ള ബന്ധം എത്രമാത്രം സങ്കീർണമാണ്. അത് പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ, ഞാൻ അച്ഛൻ പറയുകയാണ്, ഞാൻ എന്ന് പറയുന്ന അച്ഛൻ പറയുന്നു, നീ എന്നെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ ഒരു ഉടമ അടിമയോട് അനുസരിക്കണം എന്ന് പറയുന്നതായിട്ടേ മക്കൾക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബ ബന്ധങ്ങളിൽ സ്നേഹത്തിൻ്റെ അംശം തീർത്തും അറ്റുപോയിരിക്കുന്നു. അതിന് ഇന്ന് നേരിടുന്ന, നമ്മുടെ ഓരോ സമൂഹത്തിലും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് അത് മാറി. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സ്നേഹിക്കണമെന്ന് നമുക്കറിയില്ല. കുടുംബ ബന്ധങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിന് ഇന്ന് വലിയ പ്രതിസന്ധികൾ നേരിടുന്നു. ഓരോരുത്തരും പരസ്പരം എങ്ങനെ സ്നേഹിക്കണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും പലതരത്തിലുള്ള കഥകളിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു തരത്തിലുള്ള വിഷമം നമ്മൾ നേരിട്ട് കാണാം. പല സ്ഥലങ്ങളിലും പരസ്പരമുള്ള സ്നേഹമില്ലായ്മ അത് വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ്. ഒരിക്കൽ ഞാനൊരു കഥ വായിച്ചു. ആ കഥയിൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കുന്നു. ആ ഫ്ലാറ്റുകളിൽ നിരവധി ഫ്ലാറ്റുകൾ അടുത്തൊക്കെ ഉണ്ട്. ആ ഫ്ലാറ്റുകളിലൊക്കെ ഭാര്യാഭർത്താക്കന്മാർ താമസിക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവും ആവുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ടാവും. പരസ്പരം ചിലപ്പോൾ കുറച്ചൊരു വാക്കേറ്റം ഉണ്ടായേക്കാം, വാഗ്വാദങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു ഫ്ലാറ്റിൽ മാത്രം ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രതിസന്ധികളും ഇല്ല. എന്ന് മാത്രമല്ല, ഈ വീട്ടിൽ പൊട്ടിച്ചിരിയുണ്ട്, നല്ല ചിരിയാണ്. ഭാര്യ ചിരിക്കുന്നു, ഭർത്താവ് ചിരിക്കുന്നു, ഭാര്യ ചിരിക്കുന്നു, ഭർത്താവ് ചിരിക്കുന്നു. അപ്പോൾ ആളുകൾക്കൊക്കെ വലിയ സന്തോഷം. കാരണം ഈ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ വലിയ സന്തോഷമായി, അടുത്ത വീട്ടുകാർക്കും വലിയ സന്തോഷം. കാര്യം ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു അടിയോ അല്ലെങ്കിൽ വാഗ്വാദമോ ഇല്ലാതെ നിരന്തരം ചിരിയും കളിയുമായി നിൽക്കുന്ന ഒരു വീട്. ഓൾ ഓഫ് എ സഡൻ, വളരെ പെട്ടെന്ന് ഒരു ദിവസം ഭർത്താവ് ഒരു പരാതി കുടുംബ കോടതിയിൽ വയ്ക്കുന്നു. അതിൽ പറയുന്നത്, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവളുമായിട്ടുള്ളൊരു വിവാഹമോചനം വേണം. അപ്പോൾ ആ ഫ്ലാറ്റിൻ്റെ സമുച്ചയത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ജഡ്ജാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങളെ വീട്ടിൽ എപ്പോഴും ചിരിയും കളിയാണല്ലോ, പിന്നെ എന്താ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഡൈവോഴ്സിൻ്റെ പ്രശ്നം? എന്തിനാണ് വിവാഹമോചനം? അതിൻ്റെ ഒരു ആവശ്യം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയല്ല കാര്യങ്ങൾ, ഞങ്ങൾക്ക് ഡൈവോഴ്സ് വേണം, എനിക്ക് ഡൈവോഴ്സ് എന്തായാലും വേണം, വിവാഹമോചനം കിട്ടിയേ പറ്റൂ. അതെന്താ കാരണം? നിങ്ങൾ പറയൂ, നിങ്ങൾ വളരെ പൊട്ടിച്ചിരിയായിരുന്നല്ലോ. പൊട്ടിച്ചിരിയൊക്കെ ആയിരുന്നു, അത് വേറെ കാര്യം. എന്നാൽ പിന്നെ എന്താ പ്രശ്നം? പൊട്ടിച്ചിരിക്ക് കാരണം അന്നൊക്കെ ഞാനും അവളും തമ്മിൽ അടിപിടിയൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നത് പോലെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ ആ അടിയും പിടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു വസ്തു എടുത്ത് ഞാൻ അവളെ എറിയും. അപ്പോൾ അവൾ ഒഴിഞ്ഞു മാറും. അപ്പോൾ അവൾ കൈകൊട്ടിച്ചിരിക്കും, ഹാ 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 എന്ന് ചിരിക്കും. തിരിച്ച് അവളും എന്തെങ്കിലും ഒരു വസ്തു എടുത്ത് എന്നെ എറിയും, ഞാനും ഒഴിഞ്ഞു മാറും, ഞാനും പൊട്ടിച്ചിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കുന്ന സമയത്ത് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഇന്നിപ്പോൾ അവൾക്ക് നല്ല ലക്ഷ്യബോധമുണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവൾ എറിയുന്നത് മുഴുവൻ എനിക്ക് കൊള്ളുന്നുണ്ട്, ഇനിയും എനിക്കിത് സഹിക്കാൻ വയ്യ. പല വീടുകളിലും ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര പ്രേമം ഈ ഒരു എറിയുന്നതിലും ഉന്നം കിട്ടാതിരിക്കുന്നതിലുമാണ് ഉള്ളത് എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം യാഥാർത്ഥ്യമായിട്ടുള്ള വസ്തുത എന്താണെന്ന് പഠിച്ചുകൊണ്ടല്ല പലരും കുടുംബ ബന്ധങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഒരു കുടുംബം എന്ന് പറയുന്ന സമയത്ത് ആ കുടുംബത്തിലെ സ്നേഹം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അംശത്തെ പഠിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടത് ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ ബോർഡ് വെച്ച് അതിൻ്റെ ഉള്ളിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങളല്ല. വിദ്യാഭ്യാസത്തിൽ നിന്ന് സ്വാഭാവികമായി മനുഷ്യന് കിട്ടേണ്ട കാര്യങ്ങളാണ്. എങ്ങനെ ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കണം, എന്തൊക്കെയാണ് ഭാര്യയുടെ ചുമതല, എന്താണ് ഭർത്താവിൻ്റെ ചുമതല. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ ചുമതലകൾ ഒരേപോലെ
നിവർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നിറവേറ്റാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ പ്രതിസന്ധികൾ ഉണ്ടാവും. കാരണം ഒരാൾ ചെയ്യുന്നതല്ല മറ്റേ ആൾ ചെയ്യേണ്ടത്. ഒരു ഓഫീസിൽ എല്ലാവരും ഒരേ പ്രവൃത്തിയല്ലല്ലോ ചെയ്യുന്നത്. ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും ഒരേ കാര്യമല്ല ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ ജോലിയാണുള്ളത്. ഡ്രൈവ് ചെയ്യുന്നയാളുടെ ജോലിയല്ല പാചകം ചെയ്യൽ, പാചകം ചെയ്യുന്നയാളുടെ ജോലിയല്ല അതിനകത്തെ വീട്ടിലുള്ള നിലം തുടയ്ക്കലോ വൃത്തിയാക്കലോ, അത് വേറൊരാളുടെ ജോലിയായിരിക്കും. അങ്ങനെ ജോലികൾ ഓരോരുത്തർക്കും വേറെ വേറെ കൊടുക്കുന്നത് പോലെ ഒരു കുടുംബത്തിനകത്ത് ഉത്തരവാദിത്വങ്ങളും വ്യത്യസ്തമായ രീതിയിലാണുള്ളത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ജീവിതചര്യകളുണ്ട്. ആ ജീവിതചര്യകളിൽ നിന്നുകൊണ്ടാണ് ഒരു കുടുംബം വികസിക്കേണ്ടത്. ആ കുടുംബത്തിൽ സ്നേഹം വികസിക്കേണ്ടത്, കാഴ്ചപ്പാടുകൾ വികസിക്കേണ്ടത്, ചിന്തകൾ വികസിക്കേണ്ടത്. ഓരോ ജീവിതത്തിൻ്റെയും ചിന്തകൾ എങ്ങനെ വികസിക്കണം, ഏത് തരത്തിലാണ് സാംസ്കാരികമായ അവബോധം ഉണ്ടാകേണ്ടത്, കുടുംബം എങ്ങനെ സ്നേഹമസൃണമായി മുന്നോട്ട് നീങ്ങണം എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ശിക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട്. അത് നമുക്ക് വേദങ്ങളിലും വൈദിക സാഹിത്യങ്ങളിലും അതേപോലെ തന്നെയുള്ള നിരവധി സംസ്കാരങ്ങളിൽ നിന്നുമാണ് നാം സ്വീകരിച്ചു വരേണ്ടത്. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ കാണുന്ന തരത്തിലുള്ള പ്രതിസന്ധികളെ മുഴുവൻ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും, അതിന് നമുക്ക് ഏത് തരത്തിലുള്ള ഒരു ക്രിയാത്മക പദ്ധതിയാണ് രൂപവൽക്കരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നാം പരിചിന്തനം ചെയ്യേണ്ടതുണ്ട്. അത് കേവലം ഒരു പ്രത്യേക തരത്തിലുള്ള കടലാസിൽ എഴുതി തയ്യാറാക്കിയ പ്രോജക്റ്റ് വർക്ക് അല്ല, പദ്ധതി രൂപവൽക്കരണമല്ല, മറിച്ച് അത് എങ്ങനെ നമ്മുടെ ഋഷിമാരെ ഓരോ തരത്തിലും ചെയ്തു. നമ്മുടെ നാട്ടിൽ ഇന്ന് സാമൂഹ്യശാസ്ത്ര പഠനം എന്ന് പറയുന്നത് തീർത്തും ലോപിച്ചു പോയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നമ്മളുടെ കുട്ടികളെ മുഴുവൻ നമ്മൾ ഡോക്ടർമാരാക്കാനും എഞ്ചിനീയർമാരാക്കാനുമുള്ള ശ്രമത്തിലാണ്. സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പഠനം എന്ന് പറയുന്നത് ഇല്ല എന്ന നിലയാണ്. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ മനഃശാസ്ത്രം എന്താണെന്ന് നമ്മൾ പഠിക്കണം. എന്താണ് ഒരു സമൂഹത്തിൻ്റെ മനഃശാസ്ത്രം? ആ സമൂഹത്തിൻ്റെ മനഃശാസ്ത്രം അനുസരിച്ച് നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാം? ആ തരത്തിൽ ഏതൊക്കെയാണ് സമൂഹത്തിൽ വന്നിട്ടുള്ള തിരിച്ചടികൾ? ഒരു സമൂഹത്തിൽ വന്ന തിരിച്ചടികൾ ഒരു കുടുംബത്തിൻ്റെ തിരിച്ചടിയാണ്, അതൊരു വ്യക്തിയുടെയും തിരിച്ചടിയാണ്. ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങിയാൽ സമൂഹം വരെ നീണ്ടു നിൽക്കുന്ന പ്രതിസന്ധികളെ മുഴുവൻ നമുക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക? അതിനുള്ള നമ്മുടെ പദ്ധതി എന്താണ്? ഏത് തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മൾ സ്വീകരിക്കുന്നത്? നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വ്യക്തിക്കും ദുരിതങ്ങളുണ്ട്, ദുരന്തങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, മനസമാധാനമില്ലായ്മയുണ്ട്, എല്ലാമുണ്ട്. അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് പരിശോധിച്ചുകൊണ്ട് പരിഹരിക്കുക? ഇതൊരു വലിയ സങ്കീർണമായ വിഷയം തന്നെയാണ്. നമ്മുടെ ഋഷിമാർ അതിന് മുന്നോട്ട് വെച്ച മാർഗങ്ങളാണ് ഏറ്റവും നല്ല മാർഗങ്ങൾ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അവർ മനുഷ്യ മനസ്സിൻ്റെ ഓരോ തലങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പരിശ്രമിച്ചിട്ടുള്ളത്. അവിടെ ഒരു വ്യക്തി ഇന്ന് നേരിടുന്ന ഒരു പ്രതിസന്ധി, അത് എങ്ങനെയുള്ള പ്രതിസന്ധിയാണ്? ഏത് തരത്തിലാണ് ആ പ്രതിസന്ധി രൂപപ്പെട്ടു വന്നത്? കേവലം ഒരു തരത്തിൽ കൊണ്ടുപോയി നമ്മൾ ഒരു ഏലസ് കെട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള യന്ത്രം കെട്ടിയത് കൊണ്ടോ ഒന്നും ഒരു മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കില്ല. അതൊക്കെ നമുക്ക് തെറ്റായ കാഴ്ചപ്പാടുകളാണ്. എന്താണ് പരിശിക്ഷണത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഇനിയുള്ള നാളുകൾ നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ അന്തസ്സത്ത എന്താണെന്ന് കണ്ടെത്താൻ പരിശ്രമിക്കുകയും ചെയ്യാം.